ടീച്ചറെ, നമ്മുടെ പണ്ട് കരുവത്തി സ്കൂളായിരുന്നു, ഇപ്പൊ അത് മാറി ഇപ്പൊ ഈ പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളായി. കരുവത്തി സ്കൂളല്ല, ആദ്യത്തില് ഇത് ശരിക്കും വെറും ഒരു പീഡിയ മുറിയിലാണ് ഇത് ആരംഭിച്ചത്. വെറുതെ ഒരു പീഡിയയുടെ മുകളിൽ കുറച്ച് ആൾക്കാർ കുട്ടികളെയൊക്കെ വെച്ച് അച്ഛൻ്റെ അച്ഛനാണ് ഇതിൻ്റെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അച്ഛനായ കരുവത്തിൽ മാധവ മാസ്റ്ററുടെ അച്ഛൻ അയ്യപ്പൻ, അതാണ് മാധവകൃപ. മാധവകൃപ എൻ്റെ അച്ഛൻ്റെ ഇതിലാണ്. അച്ഛൻ്റെ അച്ഛനാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്, ഒരു സ്കൂൾ വേണം എന്നുള്ളൊരു ഇതിൽ. അന്ന് 3 ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു. അല്ല, അന്ന് ഒറ്റ ക്ലാസ്സായിട്ട് തുടങ്ങി പീഡിയ മുറിയിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുരോഗമിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ ഈ ഒരു ഷെഡ്, ഒരു സ്ഥാപനം വേണമല്ലോ. അന്ന് പറമ്പ് അച്ഛൻ്റെ പേരിലാണ്, അച്ഛൻ്റെ ആണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ഷെഡല്ല ഈ സ്കൂൾ ഉണ്ടാക്കി അച്ഛൻ്റെ അച്ഛനുള്ള കാലത്ത്. അച്ഛൻ അങ്ങനെയാണ് ഈ സ്കൂൾ ഉണ്ടായത്. 77 കാലഘട്ടത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മുടെ പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിലെ ഓർമ്മക്കൂട്ടിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ബാച്ച് വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ സംഗമിച്ചിരിക്കുന്നത്. 1970-77 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ വലിയ അതിശയമാണ് ഉണ്ടായത്. കാരണം ഒരുപാട് 100-ലധികം വരുന്ന അംഗങ്ങൾ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും പങ്കുവെക്കലും പരിചയപ്പെടുത്തലും അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാരോട് കാണിക്കുന്ന പ്രകടനങ്ങളും എല്ലാം കൗതുകമുള്ളതായിരുന്നു. കുടുംബസമേതം എത്തിയ ഒരുപാട് പേരുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ മൺതരികൾ ഇന്ന് വളരെ കോൾമയിർ കൊള്ളുന്നു എന്നുള്ളൊരു സത്യം ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അംഗങ്ങൾ ഇവിടെ കൂടിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ വരുന്ന 100-ാം വാർഷികത്തിനോടനുബന്ധിച്ച് വരുന്ന ഈ ഓർമ്മക്കൂട്ടിൽ നിന്നും അടർത്തിയെടുത്ത ഈ ഗ്രൂപ്പിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കാരണം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അവർ ഇത്രയധികം പേരെ ഒരുമിച്ച് ചേർക്കാനും ഇങ്ങനെ ഒരു സംഘാടനം നടത്തി ഇത് വലിയ വിജയത്തിലെത്തിക്കാനും കഴിഞ്ഞത് വലിയ അഭിമാനം തോന്നുന്നു. അവർ ഓരോ അംഗങ്ങളെയും അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഗുരുക്കന്മാരെ നമിക്കാൻ ഒരു സമയം ഈ സമയം തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ 100-ാം വാർഷികത്തിലേക്ക് ഇവരുടെ ചെറുതല്ലാത്ത ഒരു വലിയ സംഭാവന നമ്മുടെ ഹരിലാൽ കോലാന്ത്ര ഉൾപ്പെടുന്ന അംഗങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഓർമ്മക്കൂട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ധനസമാഹരണം നമ്മുടെ 100-ാം വാർഷികത്തിലേക്ക് നടക്കും എന്നുള്ളതും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും എല്ലാവിധ ഭാവുകങ്ങളും വിദ്യാലയത്തിന് നേരുന്നു. ഞങ്ങള് പാലക്കാട് നിന്നാണ് വരുന്നത്. ഇപ്പൊ പാലക്കാട് വെള്ളിപ്പറമ്പിൽ പ്രഹ്ലാദന്റെ മോളാണ്. അറിയാല്ലേ? എന്റെ ചേച്ചിയും 2 അനിയത്തിമാരും ഇവിടെ തന്നെയാണ് പഠിച്ചത്. പഴയ ഓർമ്മ വെച്ചാലേ നമ്മളും അന്ന് അസംബ്ലി വടക്കാപ്പുറത്ത് അത് കഴിഞ്ഞ് വരുമ്പോൾ ഗ്രിഗോറി മാസ് നമ്മളെ കൊണ്ടുപോയത്. അതെ. അങ്ങനെ വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ 7-ാം ക്ലാസ്സിൽ കയറുന്ന സമയത്ത് നമ്മളെ മരിച്ചുപോയ ചാച്ചിയും ജയേന്ദ്രനും ഞാനൊക്കെ നല്ല തിക്ക് ഫ്രണ്ട്സായിരുന്നു. അതിലാരോ ഒന്ന് പോയി, അത് മാഷ് കേട്ട് വന്നു. ഇതാരും പറയുന്നില്ല, എല്ലാവർക്കും മാഷ് നല്ല ചുട്ടടി. അതൊരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയില്ല. ഞങ്ങൾ 70-77 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ സുഹൃത്തുക്കളാണ്. ഇവരെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറേ ആളുകളെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ സഹപാഠികളായിരുന്നു എല്ലാവരും. പണ്ട് 47-48 വർഷമായി. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മൾ ഈ സ്കൂളിൽ കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു കടന്നു വരുമ്പോൾ പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പഠിക്കാത്ത പിള്ളേരാണ് നമ്മളൊക്കെ. അപ്പോൾ പഠിക്കാത്ത പിള്ളേർക്ക് ഇപ്പോൾ ഒരു പേടി ഉണ്ടാവില്ല, പഠിക്കാൻ പിള്ളേർക്ക് പേടി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവർ പഠിക്കുന്നുണ്ട്. നമുക്ക് ശങ്കുണ്ണി മാഷയ്ക്ക് തിരുമ്പ് കിട്ടുമോ, ശക്തിയുടെ മാഷയ്ക്ക് അടി കിട്ടുമോ എന്നുള്ളത് പേടി. അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ മീറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ സരസ്വതി ടീച്ചർ, വാണി ടീച്ചർ, കുഞ്ഞു വാണി ടീച്ചർ, അമ്പി ടീച്ചർ. എൻ്റെ പേര് സന്തോഷ് കളാന്തറ. ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചെല്ലപ്പൻ നമ്മുടെ ഈ സ്കൂളിന് 76-77 കാലഘട്ടത്തിൽ ഉപജില്ല 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടത്തിൽ, ലോങ് ജമ്പ് എന്നീ ഇനത്തിൽ സബ് ജില്ലയുടെ ചാമ്പ്യനായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത്
ഉപജില്ലയിൽ പോയിട്ട് മത്സരിച്ചിട്ട് എന്താ പറയുക ഇവരെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു നമ്മുടെ SUB സ്കൂളിന് കപ്പ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. അവിടുത്തെ അന്നത്തെ ചാമ്പ്യൻ നമ്മുടെ ചെല്ലപ്പൻ എന്നാണ് പേര്. അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് 1975-76 കാലഘട്ടങ്ങളിലാണ് ഞാൻ പാലക്കാട് ഉപജില്ലയുടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ വിഭാഗത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓട്ടം, ചാട്ടം, 100 മീറ്റർ, 200 മീറ്റർ ഞാൻ ഇന്നാളെ ഒരു ദിവസം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒരു ആൾ, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് എൻ്റെ പിന്നിൽ കൂടെ വരട്ടിട്ട് പേടി എന്താണോ വരുന്നത് ചോദിച്ചു. നേരെ മുന്നിൽ കയറി നിന്ന് ഞാൻ വിളിച്ചു ഓട്ടോറിക്ഷയുടെ വല്ല സാധനങ്ങൾ വീട് പോയോ താഴത്ത്. അപ്പൊ കുഞ്ഞപ്പോ 2 ഇല മാത്രമേ ഇവിടെ കെടുക്കുന്നുള്ളൂ. എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞില്ലല്ലോ. എന്റെ കാല് തൊട്ട് വന്നിക്കുന്നു. നമ്മൾ എന്റെ മോനെ ടീച്ചറെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ കാല് തൊട്ട് വന്നിക്കട്ടെ പറഞ്ഞിട്ട് എന്റെ കാല് തൊട്ട് വന്നിച്ചു. ആളിവിടെ പിന്നിട്ടപ്പോഴും ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വേദിയിലുണ്ട്. അപ്പൊ ആ നിമിഷം എനിക്ക് ഏറ്റവും സന്തോഷവും ഉള്ളൊരു നിമിഷമായി. കൂട്ട് എന്ന് പറഞ്ഞാല് സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശം, മനുഷ്യനെ സഹായിക്കാൻ സമ്പത്തോണ്ട് എല്ലാവർക്കും കാശ് കൊടുക്കാൻ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഹരിലാലിനൊക്കെ ഒരുപാട് കാശുണ്ട്, അങ്ങനെയുള്ളവർ സഹായിക്കട്ടെ. അല്ലാത്തവർക്ക് കുഞ്ഞു കുഞ്ഞു സഹായങ്ങളും ചെയ്യാം. ഇപ്പൊ എന്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യാം. ഞാൻ അവരോട് പറഞ്ഞിരുന്നത് നമ്മള് അമ്പലത്തിന് ചെയ്യുന്ന പോലെ മറ്റു രോഗികൾക്ക് ഞങ്ങൾ ചെയ്യാം. കാരണം അമ്പലത്തിന് നമ്മളല്ലെങ്കിലും പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യും. പക്ഷെ രോഗികൾക്ക് അത്ര അധികം ചെയ്യാനില്ല, എല്ലാവർക്കും ഒരു മനസ്ഥിതി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മക്കളെ ഉപദേശിച്ച് മക്കളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക. അപ്പൊ അതേപോലെ നിങ്ങളോട് പറയാനുള്ളത് ഈ കൂട്ടായ്മ സാമ്പത്തികം മാത്രമല്ല പലതരത്തിൽ സഹായിക്കാം. മെന്റലി, ഫിസിക്കലി ആൻഡ് എക്കണോമിക്കലി. മെന്റലായ ഒരാള് ബുദ്ധിമുട്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുക, അതൊരു സഹായം തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഉപകാരം ശാരീരികമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം, സാമ്പത്തികമായിട്ടും ചെയ്തു കൊടുക്കാം. അപ്പൊ ഈ കൂട്ടായ്മ എന്ത് വേണം? ഇതെല്ലാം വേണം. ഇവിടെ എനിക്ക് ഒരു എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാനിപ്പോ പറയട്ടെ. നമ്മുടെ ഇപ്പൊ ഈ ഫോട്ടോ എടുക്കുന്ന ഞാൻ ഏറ്റവും ആദ്യം വന്ന് ഹരിലാൽ മാഷ കീഴില് ക്ലാസ്സിൽ വന്ന് ചാർട്ട് എടുത്ത് അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് കയറിയ ഇതാണ്. അപ്പൊ നമ്മുടെ ഒരു മുത്തശ്ശി മാവ് ഉണ്ടായല്ലോ ഇവിടെ. ആ മാവിന് ചോട്ടിട്ട് പിള്ളേരെ കളിക്കാനായിട്ട് ഇന്റർവെല്ലിൽ കൊണ്ടുപോയപ്പോ കുറച്ചു നേരം എനിക്കും ഹരിലാൽ മാഷ പേടി, സ്കൂളിനെ പേടി, പിള്ളേര് എന്റെ അത്ര തന്നെ ഉണ്ടെന്നു 5ാം ക്ലാസ്സിലായാലും. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു തല്ലുകൊടുത്തു. നോക്കുമ്പോ നമ്മുടെ ഈ കുറുമ്പനും കൊളശ്ശേരി അനിലും ഭയങ്കര കടിച്ച് പൊളിച്ചു. 2 ആളും വായല് ഞാൻ നോക്കുമ്പോ ഭയങ്കര ഇങ്ങനെ ഒരിക്കലും ഞാനൊന്ന് വയ്ക്കലായിരുന്നു. കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. കയ്യിലൊരൊറ്റ കുപ്പിവള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിയിട്ടും മാറോടു ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും. ആനയുടെ, മയിലിന്റെ, ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. മാറ്റിനക്കരെ പൊഴിഞ്ഞു വീണരാഗം കടലിനക്കരെ. മഞ്ഞലയിൽ മുങ്ങി വന്ന തിങ്കളല്ലയോ പ്രിയേ മംഗളമാൻ തമ്പുരുവിൽ വീണമീട്ടും രാഗമല്ലയോ. മനസ്സിനുള്ളിലോറി വന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. മനസ്സിനുള്ളിലൂറി വന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കരഞ്ഞുപോയ കാലം മാറ്റിനക്കരെ പൊഴിഞ്ഞു വീണരാഗം കടലിനക്കരെ. മഞ്ഞലയിൽ മുങ്ങി വന്ന തിങ്കളല്ലയോ
പ്രിയ